ഹലോ. ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ വെക്കേഷനാണല്ലേ. അപ്പോൾ എല്ലാ അമ്മമാരുടെയും വൈകുന്നേരം ആയുള്ള ടെൻഷൻ ഇന്ന് അവർക്ക് എന്താ ഉണ്ടാക്കി കൊടുക്കുക എന്നായിരിക്കും. അപ്പോൾ അതിനൊക്കെ സൊല്യൂഷനായിട്ട് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എന്താണെന്നറിയോ? മാഗി പിസ്സ. ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവുക, മാഗി കൊണ്ട് പിസ്സയോ? എന്നാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മാഗി വേവിച്ചെടുക്കണം. അതിനായിട്ട് കുറച്ച് വെള്ളം ഇതുപോലെ ഒരു പാത്രത്തിൽ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു മാഗി ക്യൂബാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ അതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇതുപോലെ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് കുറച്ച് സമയത്തിന് ശേഷം ഏകദേശം ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും അതിലത്തെ വെള്ളമൊക്കെ പോയി ഇതൊന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതിലേക്കാണ് നമ്മുടെ ഓരോരോ ഐറ്റംസ് ആഡ് ചെയ്യേണ്ടത്. ആദ്യം തന്നെ ഒരു ക്യാരറ്റിൻ്റെ ഒരു 1/4 ഭാഗം ഞാൻ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സബോളയുടെ ഒരു പകുതി അതും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു ചെറിയൊരു പീസ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു പച്ചമുളകിൻ്റെ പകുതി ഇതുപോലെ ഒന്ന് നീളത്തിലരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു കോഴിമുട്ട കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ മാഗി വാങ്ങുമ്പോൾ അതിലൊരു മസാല പാക്കറ്റ് ഉണ്ടാവില്ലേ, അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ ഉപ്പ് ഒരല്പം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. പക്ഷേ ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ നല്ല ഇഷ്ടമുള്ളവർ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മിക്സ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ എടുത്തിട്ട് അതിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതുപോലെ നമ്മുടെ മാഗി മിക്സ് ഇതുപോലെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടണം. പിസ്സ അങ്ങനെയല്ലേ, അതുകൊണ്ട് നമ്മൾ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് അതൊന്ന് നല്ല റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് എടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ചീസൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ചീസാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ഇതിന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആഡ് ചെയ്യുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. ഒരു നുള്ള് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് വളരെ കുറച്ച് മതി, ഇല്ലെങ്കിൽ എരി കൂടിപ്പോകും. പിന്നെ അതിന് ശേഷം മല്ലിയുടെ എല്ലാം കുറച്ച് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാം നമുക്കിതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പിസ്സയുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. സിമ്മിലിട്ടിട്ട് ഒരു 5 മിനിറ്റോളം നമ്മളിത് അടച്ചു വെച്ചാൽ മതി. ഇപ്പോൾ കണ്ടാൽ തുറന്ന് നോക്കുമ്പോൾ ആ ചീസൊക്കെ നന്നായി മെൽറ്റായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടപ്പെടും. അവരെന്നും ഇത് ഉണ്ടാക്കി തരണമെന്ന് വാശി പിടിക്കുകയും ചെയ്യും. വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്കൊരു വെറൈറ്റി ആയിട്ട് നമ്മുടെ മാഗി ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റിയൊരു പിസ്സയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്